ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്, ഇന്നലെ ലക്ഷ്മി പൂജ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിരുന്നല്ലോ. കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തേക്കാം. അതിട്ടപ്പം കുറച്ച് പേര് പേഴ്സണൽ മെസ്സേജ് അയച്ചു. കുറച്ച് കമൻസ് ആ വീഡിയോയുടെ അടിയിലും വന്നിരുന്നു. അതായത് അവരുടെ വീടുകളിൽ സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഇത് മിക്കവാറും എന്തൊരു പൂജയെപ്പറ്റി പറയുമ്പോഴും എല്ലാവരും പറയുന്ന കാര്യമാണ്. അപ്പോൾ അവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വീട്ടുകാരുടെ സമ്മതമില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്തുകൊണ്ടാണെന്ന് അവർ പറയും. ആ ഒരു പേടി മനസ്സിലുള്ളത് കൊണ്ടാണ്. പക്ഷേ അതേ ഫലം ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ലക്ഷ്മി പൂജ ചെയ്യുന്ന ആൾക്കാർക്കും ഇത് ചെയ്യാം. മറ്റൊന്നുമല്ല, നാളത്തെ ദിവസം വൃശ്ചികത്തിലെ 38 വെള്ളിയിൽ നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കേണ്ടുന്ന ഒരു രീതിയെക്കുറിച്ചാണ് പറയുന്നത്. അതിനു മുൻപായിട്ട് ചില മനുഷ്യരെ നമുക്ക് ഏതൊക്കെ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാലും പലരും അംഗീകരിച്ച് തരില്ല. ഇപ്പോഴും നമ്മുടെ വീഡിയോസിൽ അതുപോലത്തെ കമൻസൊക്കെ വരാറുണ്ട്. അതുമാത്രവുമല്ല, ശിവലിംഗം വീട്ടിൽ വെക്കുന്നത് വളരെയധികം ദോഷമാണെന്നും പറയുന്നവരുണ്ട്. വൃശ്ചികത്തിലെ തിങ്കളാഴ്ചകളിൽ മഹാദേവന് ചെയ്യേണ്ടുന്ന പൂജയെപ്പറ്റി ഒരു വീഡിയോ ഇട്ടപ്പം അതിൽ 2-3 പേരുടെ കമൻസ് ആയിരുന്നു, ജനങ്ങൾക്ക് ദോഷം വരുന്ന രീതിയിലാണ് ഇത് പറയുന്നത്. ശിവലിംഗം നമ്മൾ ഒരിക്കലും വീട്ടിൽ വെക്കാൻ പാടില്ല എന്നും, വെച്ച് കഴിഞ്ഞാൽ വെക്കുന്നിടം നശിച്ചു പോകുമെന്നും, വളരെയധികം ദോഷം സംഭവിക്കുമെന്നുമൊക്കെയുള്ള കമൻസ്. ഞാനതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്തത്. കാരണം വീട്ടിൽ വെച്ചിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ ഒരു പേടി വരും. ഞാൻ എൻ്റെ വീട്ടിൽ ഏകദേശം ഒരു 7 വർഷത്തിന് മുകളിലായി ശിവലിംഗം വെച്ചിട്ട് എനിക്ക് ഈ പറയുന്ന യാതൊരു വിധത്തിലുമുള്ള ദോഷവും സംഭവിച്ചിട്ടില്ല. പിന്നെ കുറച്ചൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളാണ് എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതാണ് സത്യവും. നമ്മൾ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് അത് ചിലപ്പോൾ സംഭവിക്കും. പൂജകൾ ചെയ്യുന്ന കാര്യമാണെങ്കിലും വിഗ്രഹങ്ങൾ വീട്ടിൽ വെക്കുന്ന കാര്യമാണെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും, അതായത് നിങ്ങളുടെ കൂടെ ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും വിശ്വാസവും അതേപോലെ തന്നെ സമ്മതവുമാണെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്താൽ മതിയാകും. കാരണം എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പം വിരൽ ചൂണ്ടുന്നത് നമ്മുടെ നേരെ ആയിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. ലളിതാ സഹസ്രനാമം ജപിക്കുന്നവർ എല്ലാവരും ലളിതാ സഹസ്രനാമം ജപിക്കുന്നവരായിരിക്കും. ഈ ഒരു വൃശ്ചിക മാസത്തിൽ നമുക്ക് 4 വെള്ളിയാഴ്ചകളാണുള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഈ പറയുന്ന ഒരു ലളിതാ സഹസ്രനാമ പാരായണം നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഈ ഒരു 4 വെള്ളിയാഴ്ചകളിലും കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലാം. ഇപ്പോൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെള്ളിയാഴ്ച മിസ്സാകും പീരിയഡ്സ് കാരണം. അപ്പോൾ 3 വെള്ളിയാഴ്ച, 4 വെള്ളിയാഴ്ച നമുക്ക് കിട്ടിയാൽ അത് വളരെയധികം ഐശ്വര്യമായിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇനി 4 വെള്ളിയാഴ്ചകളിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച, അതിൽ തന്നെ ഏറ്റവും ഓസ്പീഷ്യസ് ആണ് ഈ വന്നിട്ടുള്ള 38 വെള്ളി എന്ന് പറയുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം. നാളത്തെ ദിവസം നിങ്ങൾ ഇത് വൈകിട്ട് ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു 5:30-ക്ക് ശേഷം. വൈകിട്ട് നിങ്ങൾക്ക് ജപിക്കാൻ പറ്റില്ലാത്തവർക്ക് രാവിലെ ജപിക്കാം. വൈകിട്ട് ചൊല്ലുന്നത് വളരെയധികം നല്ല ഫലത്തെ നമുക്ക് തരും. നാളത്തെ ദിവസം നിങ്ങൾക്ക് സാധാരണ പോലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം, പക്ഷേ വെജിറ്റേറിയൻ ഫുഡ് മാത്രമായിരിക്കണം കഴിക്കുന്നതെന്നുള്ളതേ ഉള്ളൂ. നോൺ വെജിറ്റേറിയൻ കഴിക്കരുത്. ഒരുപാട് പേര് വീണ്ടും മെസ്സേജ് ചോദിക്കാറുണ്ട്, ഞങ്ങൾ ഉച്ചയ്ക്ക് നോൺ വെജ് കഴിച്ചിട്ട് വൈകിട്ട് കുളിച്ചിട്ട് ദേവി മഹാത്മ്യം, ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ഒക്കെ ചൊല്ലിക്കൂടെ എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഇത്രയും ഇതായിട്ട് ചിന്തിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. സന്ധ്യാനാമ കീർത്തനങ്ങൾ നമുക്ക് ചൊല്ലാം, പക്ഷേ ഈ സഹസ്രനാമങ്ങളും ദേവി മഹാത്മ്യവും ഒക്കെ ഉച്ചയ്ക്ക് നോൺ വെജ് കഴിച്ചിട്ട് വൈകിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് എന്ത് ഫലമാണ് കിട്ടുന്നത്? ഫലത്തേക്കാൾ കൂടുതൽ ഇതൊക്കെ ഈ ദേവി മഹാത്മ്യം എന്നൊക്കെ പറയുന്ന സാക്ഷാൽ ദേവി തന്നെയാണ്. ആ ബുക്കെന്ന് പറയുന്നത് നമ്മൾ അത്രമാത്രം പുണ്യത്തോടും പവിത്രതയോടും കൂടി എടുക്കുകയും വായിക്കുകയും ചെയ്യേണ്ടതാണ്. സഹസ്രനാമങ്ങൾ ജപിക്കുന്നവരാണെങ്കിലും അതേപോലെ ദേവി മഹാത്മ്യം ജപിക്കുന്നവരാണെങ്കിലും ദയവ് ചെയ്ത് നോൺ വെജ് കഴിച്ചിട്ട് ഇതൊന്നും ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ഞങ്ങൾ ഓരോ ദിവസവും കുറച്ച് വെച്ച് ജപിച്ചോട്ടെ എന്നുള്ളത്. അങ്ങനെയും ചെയ്യാൻ പാടില്ല. സഹസ്രനാമങ്ങൾ എപ്പോഴും നമ്മൾ ഒറ്റയടിക്ക് ചൊല്ലി തീർക്കണം. ആദ്യമായി ചൊല്ലുന്ന ഒരു വ്യക്തി ഏകദേശം ഒരു 30 മിനിറ്റും നല്ല ചൊല്ലി തഴക്കം വന്ന വ്യക്തികൾക്ക് ഒരു 15 മിനിറ്റ് കൊണ്ടും ചൊല്ലി തീർക്കാൻ പറ്റുന്നതാണ് സഹസ്രനാമങ്ങൾ എന്ന് പറയുന്നത്.
സോ അതും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. കാരണം കുറച്ച് പേർക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് അവർ മെസ്സേജ് അയച്ച് ചോദിക്കുന്നത്. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ രാവിലെ കുളിക്കാൻ സാധിക്കുന്നവർക്ക് രാവിലെയും കുളിക്കണം. അങ്ങനെ അല്ലെങ്കിൽ വൈകിട്ട് തലയ്ക്ക് കുളിച്ചിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു ലളിതാ സഹസ്രനാമ പാരായണത്തിനിരിക്കണം. നല്ല ശുദ്ധമായ വസ്ത്രം ധരിക്കണം. എന്നിട്ട് നിങ്ങളുടെ വീട്ടിലെ നിലവിളക്ക്, നിങ്ങൾ സാധാരണ നിലവിളക്ക് എങ്ങനെ കൊളുത്തുന്നവരുമായിക്കൊള്ളട്ടെ, നിലവിളക്ക് നന്നായിട്ട് തേച്ച് കഴുകി നിലവിളക്കിന് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെക്കണം. കാരണം നമ്മൾ ദേവിയായിട്ട് തന്നെ കണ്ടിട്ടാണ് ഇവിടെ ലളിതാ സഹസ്രനാമം ജപിക്കാൻ പോകുന്നത്. അപ്പം മഞ്ഞൾ കുങ്കുമം പൊട്ടെന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിൽ ഒരെണ്ണം, നടുക്ക് ഒരെണ്ണം, താഴെ ഭാഗത്തായിട്ട് ചുറ്റിന് 3 എണ്ണം, അങ്ങനെ അല്ലെങ്കിൽ ഒരെണ്ണം, അങ്ങനെ 3. എപ്പോൾ തൊട്ടാലും ഒറ്റ സംഖ്യയിൽ പൊട്ടുകൾ തൊടാനായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള പൂക്കൾ കൊണ്ട്, നമ്മൾ എന്തായാലും ഒരു പ്ലേറ്റിലായിരിക്കുമല്ലോ ആ നിലവിളക്ക് വെക്കുന്നത്. അപ്പോൾ ബ്രാസിൻ്റെയോ ഒരു കോപ്പറിൻ്റെയോ പ്ലേറ്റ്, എന്നിട്ട് അതിന് മുകളിലോട്ട് നിലവിളക്ക് വെച്ചിട്ട് നല്ല ചുമന്ന കളറിലെ പൂക്കൾ കൊണ്ട് ചുറ്റും അലങ്കരിക്കണം. ചുമന്ന കളർ എന്ന് പറയുമ്പം ചെമ്പരത്തി, ചെത്തിപ്പൂവ്, താമരപ്പൂവ്, റോസപ്പൂവ് ഇതൊക്കെയാണ്. ഇനി ഈ ചുമന്ന കളർ കിട്ടില്ലെങ്കിൽ എന്ത് പൂക്കളാണോ നിങ്ങൾക്കുള്ളത് ആ പൂക്കൾ കൊണ്ട് ആ വിളക്കിനെ ചുറ്റിനും നന്നായിട്ട് അലങ്കരിക്കണം. നെയ്യൊഴിച്ച് 5 തിരിയിട്ട് കൊളുത്തണം. സാധാരണ 2 തിരിയൊക്കെയാണ് നിങ്ങൾ കൊളുത്തുന്നതെങ്കിൽ പോലും ഈ വൃശ്ചികത്തിലെ 4 വെള്ളിയാഴ്ചകളിലും 5 തിരിയിട്ട് ഭദ്രദീപം കൊളുത്തി വേണം നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കാൻ. അങ്ങനെ അത്രയും കാര്യങ്ങൾ ചെയ്തു നമ്മൾ നിലവിളക്ക് കൊളുത്തിയതിന് ശേഷം ആദ്യം തന്നെ ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഗണേശ ഭഗവാന്റെ ഒരു ഫോട്ടോ വിഗ്രഹം കാണും. ഇനി ഇല്ലെങ്കിൽ മനസ്സിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഓം ഗം ഗണപതിയെ നമഃ എന്നുള്ള മന്ത്രമോ അല്ലെങ്കിൽ ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോധരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ആ മന്ത്രമോ ചൊല്ലി കറുകപ്പുല്ലോ ചെമ്പരത്തിപ്പൂവോ ശംഖുപുഷ്പമോ നിങ്ങൾക്ക് കിട്ടുന്ന പൂക്കൾ എന്താണോ അത് ഭഗവാന് സമർപ്പിച്ചിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം. നിവേദ്യം വെക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പഴമോ അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് ശർക്കരയോ പഞ്ചസാരയോ കൽക്കണ്ടമോ എന്തെങ്കിലും ഭഗവാന് സമർപ്പിക്കുക. നിവേദ്യം ഇതുവരെയും വെച്ചിട്ടില്ലാത്തവർ ഇതൊന്നും ചെയ്യണമെന്നില്ല. അതിനുശേഷം നമ്മുടെ കുലദൈവത്തിനെ പ്രാർത്ഥിക്കണം. കുലദൈവത്തിൻ്റെ പേര് പറഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ച് കുലദൈവത്തിൻ്റെ മന്ത്രങ്ങൾ, ഇപ്പോൾ ഭദ്രകാളിയോ മുരുക ഭഗവാനോ ഗണേശ ഭഗവാനോ വിഷ്ണു ഭഗവാനോ ശിവഭഗവാനോ ആരുമായിക്കൊള്ളട്ടെ ആ കുലദൈവത്തിൻ്റെ മന്ത്രവും കൂടി മനസ്സിൽ പറഞ്ഞ് കുലദൈവത്തിനും ഒരു ചുമന്ന കളറിലെയോ ഇല്ലെങ്കിൽ എന്ത് കളറിലെ പുഷ്പമാണോ അതും കുലദൈവത്തിന് സമർപ്പിച്ചിട്ട് നിങ്ങൾക്ക് കുലദൈവത്തിന് നിവേദ്യം വെക്കാം. വെറ്റിലയും പാക്കും എന്തെങ്കിലും ഒരു പഴമോ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് നിവേദ്യം വെക്കുന്നവരാണെങ്കിൽ മാത്രം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ വെറ്റില, വാഴയില അല്ലെങ്കിൽ ആലിൻ്റെ ഇല, ബ്രാസിൻ്റെ പാത്രത്തിൽ കുറച്ച് കുങ്കുമം എടുക്കുക. കുങ്കുമം എന്ന് പറയുമ്പം നമുക്ക് ഈ വെള്ളി മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ തൊടാനുള്ളത് മാത്രം മതിയാകും, വളരെ കുറച്ച്. ഇനി കുങ്കുമം ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് പറയുന്നവർ കുങ്കുമം വെക്കേണ്ടത്. പക്ഷേ കുങ്കുമം വെക്കുന്നത് വളരെ നല്ലതാണ്. കുറച്ച് കുങ്കുമവും കൂടിയിട്ട് ആ ഒരു വിളക്കിൻ്റെ മുൻപിലായിട്ട് വെച്ചിട്ട് ദേവിയോട് പ്രാർത്ഥിക്കണം. എൻ്റെ വീട്ടിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും അമ്മ തരണമെന്നും ഞാൻ ഈ 4 വെള്ളിയാഴ്ച അല്ലെങ്കിൽ 3 വെള്ളിയാഴ്ചകളിൽ ലളിതാ സഹസ്രനാമം ചൊല്ലി പാരായണം ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ 3 വെള്ളിയാഴ്ച എന്നൊരു കണക്ക് പറഞ്ഞു. പക്ഷേ നിങ്ങൾക്കൊരു രോഗമോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാരണങ്ങൾ കൊണ്ടോ നിങ്ങൾക്ക് 3 വെള്ളിയാഴ്ച പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ 4 വെള്ളിയാഴ്ച എന്നാണ് പറയുന്നത്. 4 വെള്ളിയാഴ്ച പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ വൃശ്ചിക മാസത്തിലെ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ നവമി, ചതുർദശി, പൗർണമി തിഥികളും കൂടെ കൂട്ടി ഇതേപോലെ ചൊല്ലി നിങ്ങൾക്ക് 3 അല്ലെങ്കിൽ 4 വെള്ളിയാഴ്ചകളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അതിന് കുഴപ്പമില്ല. ഇപ്പോൾ 3 വെള്ളിയാഴ്ച ചൊല്ലി നിങ്ങൾക്ക് 4 പൂർത്തിയാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പൗർണമിയോ ഞാൻ ഈ പറഞ്ഞ തിഥികളോ എടുത്ത് ചൊല്ലി ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ 4 വെള്ളിയും അല്ലെങ്കിൽ 3 വെള്ളിയും ചൊല്ലിയതിൻ്റെ ഫലം കിട്ടും. അപ്പോൾ അങ്ങനെ അമ്മയോട് പറഞ്ഞിട്ട് എൻ്റെ വീടിനെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലിത്തുടങ്ങുക. ആ ഒരു ലളിതാ സഹസ്രനാമം നമ്മൾ കത്തിച്ച് വെച്ചിരിക്കുന്ന ആ നിലവിളക്കിൽ ദേവി ഉണ്ട്, ദേവിയെ നമുക്ക് കാണാമെന്നുള്ള ചിന്തയോടുകൂടി അമ്മയെ പൂർണ്ണമായും മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു വരി പോലും തെറ്റാതെ വളരെ വൃത്തിയായിട്ട് ചൊല്ലി സമർപ്പിക്കണം. ചൊല്ലി സമർപ്പിച്ചതിന് ശേഷം നിവേദ്യം വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ
അമ്മയ്ക്ക് ഈ ദിവസങ്ങളിലൊക്കെ, അതായത് നിങ്ങൾ എത്ര വെള്ളി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അത്രയും വെള്ളിയാഴ്ചയും ശർക്കര പായസം ഉണ്ടാക്കി വെക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ്. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിവേദ്യം വെറ്റിലയും പാക്കിൻ്റെയും ഒപ്പം അതും കൂടി വെച്ച് അമ്മയെ നമസ്കരിച്ച്, അതായത് ആ വിളക്കിനെ നമസ്കരിച്ച് വീണ്ടും നമ്മുടെ കുടുംബത്തിന് എല്ലാ ഐശ്വര്യവും തരണമെന്ന് പ്രാർത്ഥിച്ച് അവിടുന്ന് എഴുന്നേൽക്കാവുന്നതാണ്. കുങ്കുമം നിങ്ങൾക്ക് ആ നിമിഷം, അതായത് നിങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് നമസ്കരിച്ച് എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നെറ്റിയിലും മാംഗല്യത്തിലും, താലിയിൽ തൊടുന്നവരാണെങ്കിൽ താലിയും, മക്കളുടെ നെറ്റിയിലും ഭർത്താവിൻ്റെ നെറ്റിയിലും ഒക്കെ തൊട്ടുകൊടുക്കാവുന്നതാണ്. അതിനുശേഷം അത് അടച്ചുറപ്പുള്ള ഏതെങ്കിലും ഒരു കുഞ്ഞ് കുപ്പിയിലോ മറ്റോ ഇട്ട് സൂക്ഷിച്ചു വെക്കണം. വെറുതെ കളയുകയും ചെയ്യരുത്. ഇത് വളരെ വളരെ നല്ല ഫലങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് തരും. ഇത് ഈ ഒരു വൃശ്ചിക മാസത്തിലെ വെള്ളിയാഴ്ചകളിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന കാര്യമാണ്. അതുമാത്രവുമല്ല, എല്ലാ മാസവും വരുന്ന 30 വെള്ളിയിലും ഈ ഒരു കാര്യം നമുക്ക് ഫോളോ ചെയ്യാം. ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു 6 മാസം കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുകയും ചെയ്യും. ലക്ഷ്മി പൂജ വെള്ളിയാഴ്ച ചെയ്യുന്നവർക്കും വേണമെന്നുണ്ടെങ്കിൽ ഇത് വൈകിട്ട് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് സമയം സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെ അല്ലെങ്കിൽ ലക്ഷ്മി പൂജ ചെയ്യാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. സോ കഴിയുന്നതും എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.